പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം കരയറ്റാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക സംഗമത്തിൽ എനിക്കും പങ്കുചേരാനും ദൈവവചനം പങ്കുവെക്കാനും ലഭിച്ച അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയറ്റുന്നു. IPC ചെന്നൈ സെൻട്രൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ പ്രോഗ്രാമിൽ, ഈ യൂണിയൻ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ എനിക്കും പങ്കുചേർന്നുകൊണ്ട് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം പങ്കുവെക്കാനും ലഭിച്ചത് ജീവിതത്തിലെ സൗഭാഗ്യ നിമിഷങ്ങളായി കണക്കാക്കിയാണ്. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടട്ടെ എന്ന് ഹൃദയമായി പ്രാർത്ഥിക്കുക. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയത് കൊണ്ട് ഞാൻ എന്നെക്കുറിച്ചൊന്നും പറയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ദൂതിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോകുകയാണ്. നമുക്കെല്ലാവർക്കും ബൈബിൾ എടുക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഇവിടെ കുറിവാക്യമായി വായിക്കും. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. മതി. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ദൈവസന്നിധിയിൽ നിന്ന് അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിലേറെയും പിറകിലിരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണ്. ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. നമുക്ക് ആരാധന അപമാനമല്ല, നമുക്ക് ആരാധന അഭിമാനമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ നിങ്ങളുടെ ആരുടെയും പ്രാർത്ഥന വേണ്ട. പക്ഷെ ദൂത് വെളിപ്പെടാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊരായുധമില്ല. അപ്പം അതുകൊണ്ട് അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അധരങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധാത്മാവ് ഈ യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ, ദൈവവചനത്തിൻ്റെ വ്യാപാരത്തിനെതിരെ ചിറക് വിരിച്ച് നിൽക്കുന്ന ഈ അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ അധരങ്ങൾ ചലിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട്. നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കരമുയർത്താൻ സ്വാതന്ത്ര്യമുണ്ട്, കരമടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഒരുമിച്ച് ആത്മാനാഥനെ ഇന്ന് പകൽ ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളായി മാറാൻ എല്ലാ കുഞ്ഞുങ്ങളും, യൗവനക്കാരും, മാതാപിതാക്കളും, സഹോദരങ്ങളും എല്ലാവരും കരങ്ങളടിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങളടിച്ച്, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ ഒരുമിച്ച് അല്പസമയം കർത്താവിന് ആരാധന കൊടുക്കാം. രാജാതിരാജാവ് കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയാം. വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി ഇന്ന് പകൽ തുറക്കണേ കർത്താവേ. മാനുഷിക ശബ്ദമല്ല, ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വളരെ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടപ്പാ. അതിലുപരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. വളരെ പ്രസക്തമായ ഒരു ദൂതാണ് നിങ്ങളുമായി കൈമാറാൻ ആഗ്രഹിക്കുന്നത്. കറക്റ്റ് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം 11:35 ആവുമ്പോൾ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. അത്രയും സമയം വളരെ ഗൗരവത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രസക്തമായ കാലികമായ ഒരു ദൂതാണ് നിങ്ങളുമായി കൈമാറാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഗലാത്യ ലേഖനത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് ഇന്ന് മകൾ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം തന്നെ. നമുക്കറിയാം, ഗലാത്യ ലേഖനം എഴുതിയത് വിശുദ്ധ പൗലോസാണ്. പൗലോസ് ഉന്നത വിദ്യാഭ്യാസത്തിനുടമയായിരുന്നു. എന്നാൽ തൻ്റെ മേൽ ദൈവകൃപയുടെ വ്യാപാരമുണ്ടായപ്പോൾ താൻ ആയിരങ്ങൾക്ക് വിടുതലായി മാറി. ഗമാലിയൽ എന്ന ഇസ്രായേലിലെ പ്രധാന ഗുരുവിൻ്റെ പാതാരവൃന്ദങ്ങളിൽ ഇരുന്ന് ദൈവിക ന്യായപ്രമാണം വള്ളിപുള്ളി വിസർഗം കൂടാതെ പഠിക്കാൻ, ഗ്രഹിക്കാൻ, പഠിപ്പിക്കാൻ അവസരം ലഭിച്ചവനാണ് പൗലോസ്. പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സൃഷ്ടാവിന് അവനൊരു ഉപദ്രവകാരിയായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ, കാൽവറിയിൽ നാഥൻ കൊളുത്തിയ സുവിശേഷത്തിൻ്റെ തീജ്വാല തൻ്റെ അകത്ത് കയറി കത്താൻ തുടങ്ങിയപ്പോൾ താൻ ആയിരങ്ങൾക്ക് വിടുതലായി മാറി. വളരെ നിറഞ്ഞതിനകത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. നിങ്ങളെല്ലാവരും നല്ല കഴിവുള്ളവരാണ്, നല്ല താലന്തുള്ളവരാണ്, നല്ല അറിവുള്ളവരാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ കഴിവിനോടൊപ്പം ദൈവിക അഭിഷേകത്തിൻ്റെ പുതപ്പ് കൂടി നമ്മിലേക്കൊന്ന് വീണാൽ ലോകം പിടിച്ചാലും പിടികിട്ടാത്ത വിധം ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ മണ്ണിൽ നമ്മെ വ്യത്യസ്തമാക്കുന്ന ഘടകം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണല്ല, നാം താമസിക്കുന്ന വീടല്ല, നാം സഞ്ചരിക്കുന്ന വാഹനമല്ല, നമ്മുടെ ബന്ധങ്ങളല്ല. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ നമ്മെ വ്യത്യസ്തമാക്കുന്ന ഘടകം നമ്മുടെ അകത്ത് പകർന്ന അഭിഷേകമാണ്. പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നേ ഉള്ളൂ. പക്ഷേ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ അകത്ത് വരുന്നത് മാളികമുറിയിൽ കത്തിയ ആത്മാവിൻ്റെ ആ തീയാണ്. ഇന്നത്തെ ഒരു യോഗം സാധാരണ യോഗമായി മാറാം. പക്ഷെ അസാധാരണമാകണമെങ്കിൽ പ്രസംഗം ഒത്തിട്ട് കാര്യമില്ല, പാട്ടൊത്തിട്ട് കാര്യമില്ല. മറിച്ച് കടന്നു വന്ന നമ്മുടെ അകത്ത് ആത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഇന്ന് പകലത്തെ മീറ്റിംഗ് ദൈവം അസാധാരണമാക്കി മാറ്റും. ഏറ്റവും ഗൗരവം ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയത്. അതാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. ക്രിസ്തു നമ്മിൽ ഉരുവാകണം. ആ വിഷയത്തെ ആസ്പദമാക്കിയാൽ സംസാരിക്കാൻ പോകും. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനൊന്ന് മഹത്വം കരയറ്റാമോ?
അപ്പം അതിനുവേണ്ടി പൗലോസ് അനുഭവിക്കുന്ന ഹൃദയവേദനയെ, ആത്മസംഘർഷത്തെ, മനോഭാരത്തെ താൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദനയുമായിട്ടാണ്. നമുക്കറിയാം, ഒരമ്മ 9 മാസത്തിലധികം കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുകയാണ്. പക്ഷേ എത്രമാത്രം വേദന അവൾ സഹിച്ചാലും, എത്ര കാഠിന്യം അവൾ സഹിക്കേണ്ടി വന്നാലും, ഊനമില്ലാത്തൊരു കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അനുഭവിച്ച വേദനയുടെ കാഠിന്യം അവൾ മറക്കും. അപ്പം അതേ ബയോളജിക്കൽ ലാംഗ്വേജ് കടമെടുത്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അനുഭവിക്കുന്ന ഹൃദയവേദന കൊണ്ട്, ആത്മസംഘർഷം കൊണ്ട് എൻ്റെ അകത്തുള്ള ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണം. ഇതൊരു മാസയോഗം പോലൊരു യോഗമാണ്. അപ്പോൾ ഈ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു ദൂതാണോ ഇത്? ഞാൻ പ്രസംഗിച്ച് പഠിച്ചത് കവലയിലാണ്. കവലയെ പ്രസംഗിക്കാൻ പറയാം, യേശു ഉള്ളിൽ വന്നില്ലെങ്കിൽ പോക്ക എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. പക്ഷേ പാട്ടുപാടുന്ന, അന്യഭാഷ പറയുന്ന, സ്തോത്രം പറയുന്ന, കൈയടിക്കുന്ന നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ പറയുകയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പക്ഷേ ഈ വാക്കുകൾ പൗലോസ് എഴുതിയത് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത മൂഢജാതിയോടല്ല, ദൈവം ആരെന്നറിയാത്ത ആൾക്കാരോടല്ല, ഏഷ്യ മൈനറിലെ വളരെ പ്രശസ്തമായ ദൈവസഭകളോട്. പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, അന്യഭാഷയുണ്ട്, കൊയറുണ്ട്, സകല സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള സഭകളുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിട്ട് പൗലോസ് പറഞ്ഞു, കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കുന്നുണ്ടെങ്കിലും പലതിൻ്റെ ഉള്ളിൽ കർത്താവില്ല. പല യോഗങ്ങളിലും കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ട്രംസെറ്റൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നുണ്ട്, കീബോർഡ് വായിക്കുന്നുണ്ട്, പാട്ടുപാടാൻ ആളുണ്ട്, പക്ഷെ പല സഭകൾക്കകത്ത് ദൈവസാന്നിധ്യം ഇല്ല. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, ഏകദേശം മീറ്റിംഗ് തുടങ്ങിയിട്ട് 1 മണിക്കൂർ പിന്നിടുകയാണ്, ഒരു 1.5 മണിക്കൂർ ആകാൻ പോകുക. ഇത്രയും സമയത്തിനിടയിൽ ദൈവസാന്നിധ്യം അറിഞ്ഞെന്ന് ഉറപ്പുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ചവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കണം, കർത്താവ് ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് അങ്ങയുടെ സ്പെഷ്യൽ ടച്ച് എൻ്റെ മേലൊന്ന് ഉണ്ടാകണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം പൗലോസ് ഗലാത്യ സഭകളെ നോക്കിക്കൊണ്ട് ക്രിസ്തു ഉള്ളിൽ ഉരുവാകണമെന്ന് പറയുമ്പോൾ ആ ചർച്ചിനകത്ത് സംഭവിച്ച പരാജയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിയണം. അപ്പം ഞാൻ ഇനി 1, 2 എന്ന് പറഞ്ഞൊരു 10 പരാജയം പറയാൻ പോവാണ്. സമയമാകുമ്പോൾ എവിടെ വെച്ച് നിർത്തുന്നു അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ 10 പരാജയങ്ങളാണ് പറയാൻ പോകുന്നത്. ഗലാത്യ സഭയിൽ സംഭവിച്ച 10 പരാജയം. നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കണം. ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ പെട്ടെന്ന് വായിച്ചു തന്നാൽ സന്തോഷം, അല്ലെങ്കിൽ ഞാൻ തന്നെ ആ വാക്യങ്ങൾ അങ്ങ് പറയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ പരാജയം, ഞാൻ അതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുത്തോട്ടെ. ഇത് പറയുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ, അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ കയ്യടി വരും, സ്തോത്രം പറയും. പക്ഷേ ഈ പരാജയം കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിന് നേരെ അടിയേക്കും. പക്ഷേ അങ്ങനെ അടിയേക്കുന്നുണ്ടെങ്കിൽ 4 സ്തോത്രം അധികം പറഞ്ഞോണം. കാര്യം നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാനായി യോഗം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറ്റിയ പരാജയങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. ഗലാത്യ ലേഖനം 3-ന്റെ 3-ാം വാക്യം. എല്ലാം ഗലാത്യ ലേഖനത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ന്റെ 3-ാം വാക്യം എടുത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ. അതിന് മുമ്പൊരു വാക്കുണ്ട്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? നിങ്ങളെല്ലാവരും ഇനി ഇവിടുന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് ഗലാത്യ സഭകളെ നോക്കി പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞോട്ടെ, ഒരു കാലത്ത് മണിക്കൂറുകൾ ആത്മനിറവിൽ ആരാധിക്കാൻ ഒരു മടിയില്ലാത്ത സഭകളായിരുന്നു. പക്ഷെ ഇന്ന് ആരാധനയ്ക്കിടയിൽ ജഡം പൊങ്ങുക. ഒരു കാലത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുമായിരുന്നു. പക്ഷെ ഇന്നൊരു മൂക്കിപ്പനി പോലും മാറുന്നില്ല. ഒരു കാലത്ത് ആത്മസ്വഭാവമുള്ളവൻ ദൈവസഭയുടെ ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇന്ന് ജഡീകമായ പലതും തലപൊക്കുന്നത് കണ്ടിട്ട് സഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് പൗലോസ് പറയുക, ചർച്ച് ഈസ് നോട്ട് ഇൻ ദ റൈറ്റ് ട്രാക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പെന്തക്കോസ്തുകാരാ അല്ലേ? അതിന് അഭിമാനമുള്ളവരെന്ന് കര ഉയർത്തിയാണ്ട് ഇനി ശ്രദ്ധിക്കണം. പെന്തക്കോസ്ത് കൂടിവരവിന്റെ പ്രത്യേകത ചടങ്ങല്ല, ആചാരമല്ല, ക്രമങ്ങളല്ല, എഴുതപ്പെട്ട ശൈലിയല്ല, മറിച്ച് അകത്തു വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണെങ്കിൽ ഈ യോഗത്തിനും ആ സാന്നിധ്യം അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു വലിയ ചർച്ചാണ്. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. വർഷങ്ങൾക്ക് മുമ്പോട്ട് സംഭവം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. അന്ന് പ്രസംഗിച്ച വചനം ഞാൻ മറക്കില്ല. യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം പത്രോസ് എടുത്തു പറഞ്ഞ വാക്കുകളാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പം ഞാൻ നെഞ്ചുപൊട്ടി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ചയില്ല. അവിടെ കണ്ട കാഴ്ച ഞാൻ പറയാം. പുറകിലിരിക്കുന്ന പല ആൾക്കാരും സുഖമായിട്ടിരുന്ന് ഉറങ്ങുക. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു രംഗം ഞാൻ പറയാം. ഈ പ്രസംഗം തുടങ്ങി അല്പസമയം മുമ്പോട്ട് പോയപ്പോൾ മുതൽ മുമ്പിലൊരു കൊച്ചൻ ഇരിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുക. അപ്പം ഞാൻ നോക്കുമ്പോൾ അത്ര പ്രായം കുറഞ്ഞൊരു കുഞ്ഞല്ലല്ലോ. അപ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് കരയണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചിന്തിച്ചത് അപ്പൻ അടിക്കുവോ അമ്മ അടിക്കുവോ, സ്കൂളിൽ എന്തോ പ്രശ്നമുണ്ട്, ശാരീരികമായി എന്തോ പ്രയാസമുണ്ട്. എന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, അരോചകത്വം തോന്നുന്ന രീതിയിൽ ഇവൻ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അപ്പം ഞാൻ അവനെ മുമ്പോട്ട് വിളിച്ചു, ചോദിച്ചു, മോനെ നിന്റെ പേരെന്നാ? അപ്പം പറഞ്ഞു ജോഷുവ എന്നാ. ഞാൻ ചോദിച്ചു, മോനെന്തിനാ കരയെന്നേ? എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഉത്തരം. എന്നെ അപ്പനടിച്ചെന്ന് മാർക്ക് കുറഞ്ഞെന്നല്ല പറഞ്ഞത്, പക്ഷേ എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അഭിഷേകം പ്രാപിക്കണം.
അപ്പം ഇത് കേട്ടപ്പോൾ ഞാൻ പുറലോട്ട് വിരച്ചുണ്ടിട്ട് പറഞ്ഞു, പാരമ്പര്യം പറയാനുള്ള 40, 50, 60 ഇങ്ങനെ പാരമ്പര്യം പറയാനുള്ള പല അച്ചാച്ചന്മാർക്കും വേണ്ടാത്തത് ഈ കുഞ്ഞുങ്ങളെ ദൈവം നിറയ്ക്കാൻ ശക്തനാണ്. ഇനി ഞാൻ പറയുന്നൊന്നും കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. ഞാൻ അവൻ്റെ തലയെ പിടിച്ച് പ്രാപിക്കുമോനെ എന്നൊന്നും പറഞ്ഞില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങിയിട്ട് അവൻ തുള്ളിച്ചാട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അത് അവന് തന്നെ മാത്രമായിരുന്നില്ല, അന്ന് ഈ കാട്ടുതീ വളരും പോലായിരുന്നു. അന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് 15 വയസ്സ് താഴെയുള്ള 13 കുഞ്ഞുങ്ങൾ ആത്മശക്തിയിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിച്ചു. ഇതൊരു പെന്തക്കോസ്ത് യോഗമാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷനും ഇന്നത്തെ യോഗത്തിനകത്തും ഭൗതികമായതൊന്നും നടന്നില്ലെങ്കിലും ഞങ്ങളുടെ തലമുറകൾ അഭിഷേകം പ്രാപിക്കണമെന്ന്, ആത്മശക്തി ഇതിനകത്ത് ഇറങ്ങണമെന്ന്, ദൈവശക്തിയാൽ എൻ്റെ തലമുറകൾ നിറയണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അധരം തുറന്ന് കരമടിച്ചൊന്ന് പ്രതികരിച്ചോ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ ദിവസങ്ങൾ നടക്കുന്ന ആത്മീക സംഗമങ്ങളിൽ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നത് കണ്ണാൽ കാണുമെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് മഹത്വം. പക്ഷെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞേ പറ്റൂ. എന്നറിയോ, ഇത് പൗലോസ് എങ്ങനെയാ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിച്ചാൽ കയ്യടി കുറയുന്ന കണ്ടിട്ടല്ല, അന്യഭാഷ കുറയുന്ന കണ്ടിട്ടല്ല, മറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. ജഡത്തിന്റെ പ്രവർത്തിയുള്ള ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ഇതൊന്നും പുറത്തെ കാര്യമൊന്നുമല്ല, ഇതൊക്കെ ചർച്ചിനകത്തെ കാര്യമാണ്. അപ്പൊ ഈ ഐറ്റങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് കൈയടിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ആത്മസ്വഭാവമില്ല, അതുകൊണ്ട് ചർച്ച പോകുന്നത് ശരിയായ പാതയിലല്ല. അപ്പം ഞാൻ ഈ ചില നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ച പ്രസംഗിക്കാൻ പോയി. അപ്പം വളരെ നിരാശാജനകമായൊരു കാര്യം, ആകെ ഒരു 20 പേരെ ആ യോഗത്തിനുള്ളേ. പക്ഷെ ഒരെണ്ണം പോലും മിണ്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ പ്രതിമ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ട, എന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സ്വോത്രമൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരു സന്തോഷം. ഞാൻ മാത്രമല്ല, ആര് പ്രസംഗിച്ചാൽ അങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞങ്ങൾക്ക് പ്രസംഗിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളൊന്ന് കൈയടിക്കുകയോ സ്വോത്രം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പം അവിടെ ഒരെണ്ണം മിണ്ടുന്നില്ല, ഒറ്റൊരെണ്ണം മിണ്ടുന്നില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച, അവിടെ ഒരു ആൻറ്റി ഇരുന്നു, തറയിൽ വല്ല മേളിൽ വല്ല ഒത്തുപോലെ അണിച്ചിലിച്ചിരി ഒറ്റയ്ക്ക് ഒരെണ്ണമില്ല. ബാക്കിയൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേന് ചാടിക്കറിയാ വായിച്ചു തരുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ നല്ല സ്നേഹബന്ധമുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ആ അമ്മാമ്മയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പാസ്റ്റർ വേർത്ത് പോയേനെ, കാരണം ഒരെണ്ണം ഇല്ലെന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ പാസ്റ്ററിനോട് എടുത്തു പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും മറക്കില്ല. എൻ്റെ ഷിബിനെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, പാവങ്ങളാണ്. ഈ പുള്ളിക്കാരി അമ്മായിയപ്പനെ അടിച്ച കേസാണ്. ഈ അകത്ത് വരുമ്പോഴുള്ള കയ്യടിയേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്തിരിക്കുന്ന സഹോദരനോട് മിണ്ടില്ല, പക്ഷെ വന്നിരിപ്പോൾ ഗ്ലോറി ഗ്ലോറി പറഞ്ഞാൽ അങ്ങനെ ആത്മാവ് ഇറങ്ങുമോ? ഇറങ്ങില്ല. നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുക്കാൻ മനസ്സില്ലാതെ എന്ത് സ്തോത്രം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ തീ കത്തും. എവിടാന്നറിയാം? ഹൃദയം ശുദ്ധമാണെങ്കിൽ അറിയാതെ ദൈവശക്തി ഇറങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ സ്തോത്രമേ പറഞ്ഞുള്ളൂ, ആ സ്തോത്രത്തിനൊരു വാല്യൂ ഉണ്ടാകണം. ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ ഇതിനകത്ത് നടക്കണമെന്ന്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തമ്പുരാനുമായുള്ള ബന്ധം ക്ലിയർ കട്ടായിട്ട് കരമുയർത്തിയാൽ ആ സ്തോത്രത്തിൽ തീപിടിക്കും, ആ പാട്ടിൽ തീപിടിക്കും, ആ അന്യഭാഷയിൽ തീപിടിക്കും. അത് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. ഇപ്പം ഗലാത്യ സഭയിൽ സംഭവിച്ച ഒന്നാമത്തെ അപകടം ആത്മാവിലാണ് ആരംഭിച്ചത്, പക്ഷെ ജഡത്തിൽ ചെന്ന് അവസാനിച്ചു. ഇനി രണ്ടാമത്തെ അപകടം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളാണ്. അപ്പം ഞാൻ പറയുമ്പോൾ ആ വാക്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് വായിച്ചു തരണം. ഗലാത്യ ലേഖനം 4, 13, 14, 15 വായിച്ചു. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു. ഞാൻ ഓരോ വാക്യങ്ങളും വ്യാഖ്യാനിക്കുക. ബൈബിൾ നിങ്ങളുടെ കൈ വേണം. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് ഞാൻ ആഗ്രഹിച്ച് അങ്ങോട്ട് കയറിയതല്ല, എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ദൂരെ പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് അടുത്തോളം കയറി. അങ്ങനെ ചിന്തിച്ചാൽ മതി. 4:13 അങ്ങനെയാണ്. ഈ 4:14 വാക്യം, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാം? പൗലോസ് പാസ്റ്ററാണേ. പാസ്റ്റേജിൽ വയ്യാതെ കടന്നു കഴിഞ്ഞാൽ ആർക്കാ പരീക്ഷ? ഭാര്യ പോലും ഇല്ല വിശ്വാസികൾക്ക്. അല്ല, നമ്മുടെ വീട്ടിൽ അമ്മ കിടക്കുകയാണ്, നമ്മൾ കിടക്കുന്നവർക്കും കിടന്നാൽ മതി, നോക്കുന്നവർക്ക് ആ പരീക്ഷ അറിയാമല്ലോ അത്. അപ്പം പൗലോസ് ഗലാത്യ സഭയിൽ ആ ദേശത്തായിരുന്ന സമയത്ത് ശരീരത്തിൽ വയ്യായിരുന്നു. പക്ഷെ ഇവരെങ്ങനെ കണ്ടെന്നറിയോ? ആ വാക്യം ശ്രദ്ധിക്കണം. ദൂതനെ കാണുന്ന പോലെ കണ്ടു, യേശുവിനെ കാണുന്ന പോലെ കണ്ടു. സോദരൻ, അതൊരു സന്തോഷമല്ലേ? ഇപ്പം നമ്മളെല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇഷ്ടം അംഗീകരിക്കുന്നത്? നമ്മൾ പയറ് പോലെ നടക്കുന്നുണ്ടാണ്. 4 ദിവസം കിടക്കട്ടെ അമ്മാമ, എല്ലാവരുടെ സ്വഭാവം മാറും. ഇപ്പം നമ്മൾക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് കാശുള്ളവനും സമ്പത്തുള്ളവനും സ്വാധീനമുള്ളവനും എല്ലാവർക്കും വേണം. ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ആർക്കും വേണ്ട. അതാണ് ലോകത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്. അപ്പം പൗലോസ് പറയും, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ ശരീരത്തിൽ ബലഹീനനായിരുന്നെങ്കിൽ പോലും ഒരു നിന്നയും കാണിച്ചില്ല, വെറുപ്പും കാണിച്ചില്ല. ദൂതനെ കാണുന്ന പോലെ, ക്രിസ്തുവിനെ കാണുന്ന പോലെ നിങ്ങൾ എന്നെ കണ്ടു. അതിൻ്റെ കാര്യം എന്തെന്നറിയോ?
അവർക്കറിയാം പൗലോസ് എന്ന് പറയുന്നത് കേവലം ഒരു സാധാരണക്കാരനല്ല, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ഇത് ഇങ്ങനൊരു ഒരു സെൻറ്റർ എൻ്റെ എല്ലാ ദൈവദാസന്മാരുടെ കൂടി വന്നിട്ടുള്ളതുകൊണ്ടങ്ങ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവദാസന്മാരെ ആരെ ആക്കി വെച്ചാലും ദൂതനെ കാണുന്ന പോലെ കാണണം, ക്രിസ്തുവിനെ കാണുന്ന പോലെ കാണണം. നിങ്ങളുടെ സ്വോത്രം പറയാതെ ഇവിടെ കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനല്ലേ കാണുന്നേ. അങ്ങനെ അന്നൊരു സ്വോത്രം പറ കരവുയർത്തി. പിന്നെ ഈ ദൈവദാസന്മാർ പറയുന്നതും അങ്ങനെ കേൾക്കണമെന്നേ. ഇപ്പം ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നവരെ ഞങ്ങളൊക്കെ മാറ്റി നിർത്താം. അവിടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞാ വന്ന് പ്രസംഗിക്കുന്ന വെച്ചോ, ഇവന് എത്ര വയസ്സുണ്ട്? 8 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ പ്രായം. 8 8. അപ്പം മോൻ വന്ന് പ്രസംഗിക്കാൻ അങ്ങ് വെച്ചോ. അവൻ പ്രസംഗിക്കുന്നത് കടങ്കഥ പറയുവോ അമ്മച്ചി പറഞ്ഞു കൊടുത്ത കഥ പറയുവാണെങ്കിൽ കേൾക്കണ്ട. പക്ഷെ ആ കുഞ്ഞു വന്ന് പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ പേടിക്കണം. കാരണം അത് അവൻ്റെ ശബ്ദമല്ല, അവനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നേ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമേ ആയിട്ടുള്ളൂ. 7 വർഷമായി കാണും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഒരു നോട്ടീസ് കണ്ടു. 93 ഒരു കൺവെൻഷനും പോൾ കോർപ്പറേഷൻ വർഷമുണ്ട്. 93 ഒരു കൺവെൻഷൻ ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്ററാണ്. അപ്പം ഏകദേശം ഒരു 31 വർഷമായിട്ട് ദൈവദാസനൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6 വർഷമൊക്കെ ആയിട്ടുള്ളൂ പ്രസംഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പം അത്യാവശ്യം എനിക്ക് സമയം തന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട് 35 തന്നെ നിർത്തണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നാൽ ഈ 6 വർഷം മുമ്പൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്നോട് പറയുകയാണ്, മക്കളെ അരമണിക്കൂർ സമയം ഉണ്ടാ എന്ന് പറയും. വന്നെങ്കിൽ ഞാൻ അന്നേരം എഴുന്നേറ്റ് 10 പ്രാവശ്യം വാച്ച് നോക്കും. അത് ഇതിനു വേണ്ടിയല്ല, ഈ അരമണിക്കൂർ എന്തോ പറയുമെന്ന് വിചാരിച്ചാൽ. അപ്പം ഞാനിവിടെ ബാംഗ്ലൂരിൽ SABCയിലാണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കൂടുന്നത് ബാനസവാടി IPC ചർച്ചിലാണ് അപ്പം ഞാൻ കൂടുന്നത്. അപ്പം പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശനിയാഴ്ച വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ നീ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കത്തില്ല. പാസ്റ്റർ പറഞ്ഞു, പിന്നെ നീ എന്തിനാണ് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നത്, പ്രസംഗിച്ചേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന രീതിയിൽ നിർബന്ധം കൊണ്ട് പ്രസംഗിച്ചതാണ്. 12 മണിക്ക് എനിക്ക് സമയം തന്നിട്ട് പാസ്റ്റർ പറഞ്ഞു 12:30 വരെ സമയമുണ്ട്, വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ എടുത്തോ. എനിക്ക് ഈ അരമണിക്കൂർ എങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ പ്രസംഗിച്ച വചനം ഞാൻ മറക്കത്തില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. താണ്ട് ആൻറ്റി കൈ ഉയർത്തി പുറകിൽ ആൻറ്റി സ്വോത്രം പറഞ്ഞു. പക്ഷേ അവിടെ ഒറ്റൊരെണ്ണവും മിണ്ടിയില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗം കേൾക്കാൻ ഒരു സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് ആരും അനങ്ങിയില്ല. അപ്പോൾ യോഗമെല്ലാം കഴിഞ്ഞ് ഞാൻ 12:20 എൻ്റെ പരിപാടി തീർന്നു. 12:30 ആയപ്പോൾ പാസ്റ്റർ ആശീർവാദം പറഞ്ഞു, എല്ലാവരും വീട്ടിൽ വിട്ടു. ഞാൻ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞാണ് റൂമിൽ ഇങ്ങനെ കിടക്കുക, റെസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിൻ്റെ നാട്ടുകാരൻ, ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, നിൻ്റെ നാട്ടുകാരനായ ഒരു പയ്യനെ ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തോ പാസ്റ്റർ, അവനെന്തോ ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കാണും. എന്നെ വിളിക്കുന്ന അവൻ്റെ പേര് ഷിബു എന്നാണ്. അവൻ ഗാർഡൻ സിറ്റി കോളേജിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. ഇവൻ്റെ അമ്മ 3 മാസമായിട്ട് രോഗക്കിടക്കിയില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഏത് സമയത്തും ജീവൻ പോവും. അങ്ങനെ എഴുതി തള്ളി വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ചൊവ്വാഴ്ച ഒരു എക്സാം ഉള്ളത് കൊണ്ട് ഇവൻ്റെ സഹോദരി ഈറോഡ് പഠിക്കുകയാണ്. അവിടെ പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. സ്വതന്ത്രം. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം കേൾക്കണം. അച്ചാച്ചാ, ഇന്ന് ഞാൻ രാവിലെ യോഗത്തിന് വരുമ്പോഴും എൻ്റെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ചൊവ്വാഴ്ച എക്സാം കഴിഞ്ഞിട്ട് ബുധനാഴ്ച വീട്ടിൽ ചെന്ന് എൻ്റെ മമ്മിയെ കാണുന്നവരെ പ്രാണനെ തുടരുത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പുറകിലിരിക്കുന്നത്. പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞില്ല. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഇനി മുമ്പോട്ട് വന്നാട്ടെ, ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ ദൂത് കേൾക്കുക, അവൻ്റെ അടിപ്പിടരാൻ നിങ്ങൾക്ക് സൗഖ്യം. ഇതുണ്ടല്ലോ, ഇത് ഷിബുവിൻ്റെ ഹൃദയത്തിനകത്തേക്കിലെ ചാട്ടുള്ളി കയറുന്ന പോലെ അങ്ങ് കയറി. ദൈവാത്മാവ് പറഞ്ഞു, മോനെ ഇത് നിനക്കുള്ള ദൂത. അവൻ തലകുനിച്ചിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞു. വീട്ടിൽ ചെല്ലുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 13 മിസ് കോളാ, സഹോദരിയുടെ കോളാ. അവൻ ചിന്തിച്ചെന്നറിയാമോ, അമ്മ പോയെന്നാ. പക്ഷേ കേട്ടത് നിരാശയുടെ വാർത്തയല്ല, കേട്ടത് മരണ വാർത്തയല്ല. അന്നൊരു ദൈവ പ്രവൃത്തി അവിടെ സംഭവിച്ചു. അതും കൂടെ ഞാനൊന്ന് പറയാം. എന്താ സംഭവിച്ചെന്നറിയാം? ഞാനൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൂത് കേട്ടല്ലോ. അപ്പോൾ ഒരു 12 മണി കഴിഞ്ഞ സമയം, ഒരു 12:10 അമ്മ കിടക്കുന്ന റൂമിനകത്തൊരു ശബ്ദം കേട്ടോണ്ടാണ് ഇവൻ്റെ സഹോദരിയുടെ പേര് ഷീബ എന്ന അവൾ ഓടി വരുമ്പം കണ്ട കാഴ്ച, 3 മാസമായിട്ട് കിടക്കയിൽ കിടന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏത് സമയത്തും ജീവൻ പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഈ ഷിബുവിൻ്റെ അമ്മ തൊട്ടപ്പുറത്ത് ജനൽപ്പടിയിൽ കരം പിടിച്ചോണ്ട് പെതിയെ എഴുന്നേക്കുക. ഇവളെ കരം കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ പിടിക്കണ്ട. എന്നെ വിളിക്കുമ്പോൾ 3 മണി കഴിഞ്ഞു. കാലിൻ്റെ നരിയാണി ഉറച്ചു, അധരത്തിൻ്റെ കെട്ടടിഞ്ഞു. ഒറ്റ ഹോസ്പിറ്റലിലും പോയില്ല. സ്വർഗമാ മാതാവിനെ സൗഖ്യമാക്കി. ഇന്ന് വർഷം പലത് കഴിഞ്ഞു, ഇന്നും ജീവനോടെ ആ മാതാവ് ലോകത്തിന്റെ മുമ്പിലുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് സന്തോഷമുണ്ട്. എനിക്ക് ആ ദൂതെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് ആരാധിക്കണം, കേൾക്കണം. ഞാൻ ബാംഗ്ലൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊബൈലിൽ കളിച്ച കക്ഷികളുണ്ട്, പിള്ളേരെ കളിപ്പിച്ചവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞവരുണ്ട്. പക്ഷെ ആ ചർച്ചിന്റെ മെമ്പർ പോലും അല്ലാത്തൊരു സ്റ്റുഡന്റ് ആ യോഗത്തിന് വന്ന് എനിക്ക് ആ ദൂതുവെന്ന് പറഞ്ഞ് ഏറ്റെടുത്തപ്പോൾ ബാംഗ്ലൂരിൽ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം
ഇനി കൊട്ടാരക്കരയിൽ വിടുതലായി വ്യാപരിച്ചെങ്കിൽ ഈ ഒരുമിച്ചുള്ള ആത്മീക സംഗമത്തിൽ കടന്നു വന്ന ദൈവവൈതലേ, കേൾക്കുന്ന വചനം ഇവിടെ മാത്രമല്ല, ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും ദൈവപ്രവൃത്തിയായി വ്യാപരിക്കുമെന്ന്. ശത്രു അടച്ചത് വചനത്താൽ തുറന്നു വരട്ടെ. ശത്രു കെട്ടിയത് വചനത്താൽ തുറന്നു വരട്ടെ. ശത്രു ഒതുക്കിയത് വചനത്താൽ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ശബരാധനാഥ. Glory to God. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ വചനം അയച്ചവരെ സൗഖ്യമാക്കും എന്നുള്ളത് കെട്ടുകഥയല്ല. ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകലും ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ആരും തലയിൽ കൈവച്ചില്ലെങ്കിലും അത്ഭുത രോഗ സൗഖ്യം പലരുടെയും ശരീരത്തിൽ ഈ പ്രാരംഭ മീറ്റിംഗിൽ തന്നെ സ്വർഗം വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഗലാത്യ സഭയിൽ സംഭവിച്ച 2 അപകടങ്ങൾ ഞാൻ പറഞ്ഞു. ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിച്ചു. രണ്ടാമത്തെ പരാജയമാണ്. വചനത്തോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു, ദൈവദാസന്മാരുള്ള അംഗീകാരം കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ എന്ന് പൗലോസ് ചോദിച്ചത്. ഈ 3ാമത്തെ അപകടം ഞാനൊന്ന് പറയാം. ഗലാത്യ ലേഖനം 1:15 പോലുള്ള വാക്യങ്ങളാണ്, ഞാൻ വായിപ്പിക്കേണ്ട, ഞാനങ്ങ് പറയാം. ഇപ്പൊ പറ്റിയ മറ്റൊരു പരാജയം ഏഷ്യ മൈനറിലെ സഭകളാണ് ഈ ഗലാത്യ സഭകൾ. ഏഷ്യ മൈനറിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോന്നറിയാം? ഇതുപോലെ അനാചാരങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, ലഹരിയുടെ ഉപയോഗങ്ങൾ, ഇങ്ങനെ ലൈംഗിക അരാജകത്വങ്ങൾ ഇത് നടമാടിയ ഒരു കാലമാണ്, ഒരു ദേശമാണ് ഏഷ്യ മൈനർ. ഒന്ന് ഒതുക്കിയെടുക്കാൻ ചക്രവർത്തിമാരെ ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷെ ഒതുങ്ങിയത് സുവിശേഷത്തിന്റെ മുമ്പിലാണ്. അതിന് ഇത്രയും സ്തോത്രമൊന്നും പോരാ. എൻ്റെ കാര്യം എന്തെന്നറിയും, ഇപ്പം നമ്മൾ പലരും മെരുങ്ങിയത് സുവിശേഷം വന്നതുകൊണ്ടല്ലേ. മെരുങ്ങാത്ത പലതിനെയും മെരുക്കി കൊണ്ടുവന്ന് അകത്തിരുത്തി. എങ്ങനെ? സുവിശേഷത്താൽ. ഞാൻ 2 ആഴ്ചക്ക് മുമ്പ് ഈ ചെങ്കൽച്ചുള്ളൊരു യോഗത്തിന് പോയി. അപ്പോൾ എന്നോട് അവിടെ നിന്ന് പാർട്ടി ചോദിച്ചാൽ, ആ പുറകെ ഒന്ന് ചിഞ്ചിരിക്ക് അടിക്കുന്ന പുള്ളിയില്ല, 2 കൊലപാതക സമക്കേസിലെ പ്രതിയായിരുന്നു. ഇപ്പുറത്തെ ആളെ പുള്ളി ഭയങ്കര കൊള്ളക്കാരനായിരുന്നു. ഇല്ല പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 3 വർഷം കിടന്ന ആളാണ്. അപ്പം ഞാൻ അവസാനം പാർട്ടിയോട് ചോദിച്ചത്, നല്ല പരുവത്തി വല്ലതും ഉണ്ടോ? ഇപ്പോഴത്തെ കുറേ പിള്ളേരുണ്ടെന്ന്, ബാക്കിയെല്ലാം കുഴപ്പക്കാരായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ വളരെ ഭവ്യതയോടെ വന്നിരുന്ന ചിഞ്ചിരിക്കൊക്കെ അടിച്ച് പാടുക. പക്ഷേ ഇങ്ങനെ ഒതുക്കാൻ കഴിയുന്നതൊന്ന് സുവിശേഷം അല്ലാതെ വേറെ ആർക്കൊതുക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഏഷ്യ മൈനറിനെ ഒതുക്കിയത് സുവിശേഷമാണ്. സ്തോത്രം. പിന്നെ ഈ സുവിശേഷം കേട്ടവർക്കെല്ലാം മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയും, ആരെ കണ്ടാലും പറയും. അത് ഭയങ്കര ക്വാളിറ്റിയാണ്, ആരെ കണ്ടാലും പറയും. അങ്ങനെ അനേകർ ദൈവസന്നിധി കടന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, സുവിശേഷ ആത്മാവ് കെട്ടുപോയി. എല്ലാ സഭയിലും 50, നമ്മുടെ ഭാഷയെ പറയുകയാണെ 30, 40, 50 ഒക്കെ ഉണ്ട്. ഒരു പാർശ്വം നോക്കാനുള്ള പരുവൊക്കെ ആയിക്കഴിഞ്ഞപ്പം പുതിയ ആത്മാക്കളെ കുറിച്ചുള്ള ദാഹമൊന്നും ഇല്ല. ഞാനൊരു ചർച്ചയിൽ ചേർന്നപ്പം എൻ്റെ ഓർമ്മയായ കാലം തൊട്ടേ ആ ചർച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എല്ലാം കൂടെ ഒരു 15-20 പേരുണ്ട്. ഞാൻ പാർശ്വ ചർച്ച തുടങ്ങിയിട്ട് എത്ര വർഷം? 40 വർഷം. ഞാൻ നോക്കുമ്പോൾ ഈ 40 വർഷത്തിന് മുമ്പ് 2 കുടുംബങ്ങളുണ്ടായിരുന്നെങ്കിലേ ഈ ബയോളജിക്കൽ ഗ്രോത്ത് സംഭവിച്ചത് ഇതിനേക്കാളും കണ്ടേനെ. എന്നാലും പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, ഞാൻ നാട്ടിലെ കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കേരള കോൺഗ്രസിൻ്റെ വകുപ്പുണ്ട്. വളരും തോറും പിളരുന്തോറും വളർച്ചയൊന്നുമില്ല, പിന്നെ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പം പിളർന്നു പോകും. അപ്പം എന്തുവായാലും ഈ ആ ഗതികേട് കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ ചോദിച്ചു, ഈ വർഷം 2 കുടുംബങ്ങളെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വാസമുള്ളവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ മാത്രം ഉയർന്നിരുന്നു. ഒരാൾ പോലും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലും കൈവെക്കില്ല. അപ്പം കഴിഞ്ഞപ്പം എൻ്റെ നിരാശ മാറാൻ പാർശ്വ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ പാർശ്വ ഇത് കുടുംബസഭയാണ്, ഇവരുടെ തീരുമാനം ഞങ്ങളുടെ കുടുംബത്തിലല്ലാതെ ആരും ഇങ്ങോട്ട് വരണ്ട. അപ്പം മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ നമ്മുടെ കുടുംബക്കാർ മതി എന്നാണ്. അപ്പം നിങ്ങൾ ഇവിടെ അങ്ങനെ പ്രശ്നമല്ലോ ഉണ്ടോ? ഞങ്ങളുടെ കുടുംബക്കാരെ വരാവുന്നൊന്നുമില്ലല്ലോ. അവിടുന്ന് ചാടി വരുന്നവനൊന്നും എടുത്ത് വെക്കരുത്, അതൊന്നും ഗുണപ്പെടാവുന്നതല്ല. അവിടുന്ന് ചാടി വരുന്നവൻ ഇവിടുന്ന് ചാടും. പക്ഷെ നമുക്ക് ജാതീയ കെട്ട് പൊട്ടണം, സാമുദായിക ബന്ധനങ്ങൾ തകരണം. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവം ഉണ്ടല്ലോ, അവനെ കെട്ടാൻ ഒരു നിയോഗം ദൈവമക്കൾ പ്രാപിക്കണം. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, അടുത്ത വർഷം ഒരു കൺവെൻഷൻ ഇവിടെ നടന്നാൽ ഇതിലും ആൾ വേണം. ഓരോ സഭകൾക്കകത്തും ആത്മാക്കൾ കയറണം.
ഈ ദൈവവചനം എന്ന് പറയുന്നത് തലേ കൈവച്ച് മാത്രമല്ല, ഇത് കറക്റ്റ് പ്രവചനമാണ്. ചെന്നൈ സെൻട്രലിലുള്ള ഇവിടെയുള്ള ദൈവസഭകൾക്കുള്ള ദൂതായത്. ആത്മാക്കൾ വിടുവിക്കപ്പെടണം. എന്നോടൊപ്പം അത് വിശ്വസിക്കുന്നെങ്കിൽ 2 സങ്കീർത്തനം 8-ാം വാക്യം ചേർന്നെന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും. സഹോദരി സഹോദര, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇനി വിശ്വാസത്തിൽ കടന്നു വരാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂത. ഒരു കുളമ്പ് പോലും പിറകിൽ ശേഷിക്കാതെ ദൈവം കൂട്ടം കൂട്ടമായി ആത്മാക്കളെ തരുമെന്ന് ഈ ദൂത് ഏറ്റെടുക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരമടിച്ചൊന്ന് പ്രതികരിച്ചോ. ദൈവം ആത്മാക്കളെ തരും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷ ആത്മാവ് കെട്ടുപോയി. കേൾക്കണം, ഇനി 40 ഇരുന്നാലും 400 ഇരുന്നാലും എന്തെല്ലാം കൺവെൻഷൻ നടത്തിയാലും സുവിശേഷാത്മാവില്ലാത്ത സഭ ചത്ത സഭയാ. നമുക്കത് വേണ്ട. നമുക്ക് ആത്മാക്കളെ പിടിക്കണം. ആ നിയോഗത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. 3 പരാജയം പറഞ്ഞു. ഗലാത്യ സഭയിൽ സംഭവിച്ച 3 പരാജയം. 4ാമത്തെ പരാജയം ഗലാത്യ ലേഖനം 5-ന്റെ 1-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം ആയതുകൊണ്ട് പറ്റുമെങ്കിൽ ചേർന്നൊന്ന് പറഞ്ഞ ആ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പാർശ്വ വായിക്കാൻ കൂടെന്ന് പറയണം. എൻ്റെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഒരുമിച്ചൊക്കെ പറയാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ, പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ കെട്ട് കാൽവരിയിലെ രക്തത്താൽ സ്വർഗം അഴിച്ചെന്ന. അപ്പൊ അതിന് കേൾക്കുമ്പം 4 സ്വത്വം അധികം പറഞ്ഞേക്കണം. പിന്നെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ ബന്ധനം കെട്ട്, ശാപ, ആഭിചാരം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഉണർവ് കൂടുന്നത്. ഇത് കേൾക്കുമ്പം ഉണർവ് കൂടും. ഇപ്പം ഞാൻ അടുത്ത സമയത്ത് ഞാൻ മടത്തറയിലൊരു കൺവെൻഷൻ പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിച്ച് 8:45 എല്ലാ അച്ചായന്മാരും ബൈബിളിൻ്റെ സിബൊക്കെ ഇങ്ങനെ ഇട്ടു പോകാനുള്ള സമയമായെന്നുള്ളതാണ്. വൈകിട്ടത്തെ സൈനാണ്. അപ്പം കാണാൻ ഒരു ഭൂതമുള്ള അയ്യോ അപ്പോഴേ നേരെ വെച്ചിട്ട് മിണ്ടാത്ത അച്ചാന്മാരൊക്കെ ചാടുകാരാണ്. അപ്പം ഞാൻ വിചാരിച്ച എല്ലാ യോഗത്തിനും ഓരോ ഭൂതം വെച്ചിളകിയിരുന്നെങ്കിൽ നമ്മുടെ യോഗങ്ങൾക്കൊക്കെ ഒരു ഉണർവുണ്ടായേനെ. ഈ ദൈവഭയം കൊണ്ട് കൈയടിച്ചതല്ല, ഭൂതത്തെ പേടിച്ചടിച്ചതാണ്. ആകട്ടെ, അപ്പം നമ്മുടെ ആൾക്കാർക്ക് ഏറെക്കുറെ പേടി ആരെയാണെന്നറിയാം? പിശാചിനെയാ, ഭൂതത്തെയാ. പക്ഷേ ആഭിചാരമില്ലെന്നും മന്ത്രവാദമില്ലെന്നും കെട്ടില്ലെന്നും ഒന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു ഹൃദയത്തിനകത്തുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവകത്തുണ്ടോ? നിന്നെ കെട്ടാൻ ഒരു മന്ത്രവാദത്തിനും ഒരാഭിചാരത്തിനും ഒരു ക്ഷുദ്രത്തിനും ഒരു പൂജകൾക്കും കഴിയില്ല. നമ്മൾ കെട്ടപ്പെട്ടവരല്ല, നമ്മൾ കെട്ടഴിഞ്ഞവരാ. സോദരം, 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 സോദരം. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത വേണമെന്നേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു IPS ദേവദാസനാണ് ട്രിവാൻഡ്രത്തെ KC തോമസ് മാഷ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് മുരളീധരൻ പിള്ള. അപ്പോൾ ഇദ്ദേഹം വർക്കലക്കാരനാണ്, താമസിക്കുന്ന വർക്കലയാണ്. അപ്പം ഒരു അല്പസ്വല്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്നുണ്ട്. എല്ലായിടത്തും പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ ഒരു ദിവസം അവിടെ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, നിങ്ങളുടെ ഇടയിൽ ഞാൻ വന്നതേ, എന്നെ ഒരു പ്രസംഗത്തിന് ഞാൻ പങ്കെടുത്തിട്ടതല്ല, എനിക്കാരും ട്രാക്റ്റും തന്നിട്ടില്ല, ഒരു ഉപദേശന്മാരെ എനിക്ക് അറിയത്തുമില്ല. ചത്തകോഴിയെ പറപ്പിക്കുന്ന ഒരു മന്ത്രവാദിയാണ് നിങ്ങളുടെ ഇടയിലേക്ക് എന്നെ തള്ളിവിട്ടതെന്ന് പുള്ളി പറയുന്ന സാക്ഷിയാണ്. അപ്പോൾ അത് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് സ്വല്പം ബിസിനസ്സുണ്ട്. ഈ ബിസിനസ്സിനെതിരെ ആരെങ്കിലും നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി പരവൂർ ഒരു മന്ത്രവാദിയുണ്ട്, കടുകെട്ട് മന്ത്രവാദിയാണ്. പുള്ളി എടുത്ത് ചെന്നിട്ട് മന്ത്രവാദം ചെയ്യും. അപ്പം അങ്ങനെ പുള്ളി ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ താമസിക്കാൻ വേണ്ടി ഒരു റാന്നിക്കാരായ ഒരു പെന്തക്കോസ് കുടുംബം അവിടെ പോയി. അച്ഛൻ്റെ പേര് ബിജു എന്നാണ്, അമ്മയുടെ പേര് സിമി എന്നാണ്. പുള്ളിക്കാരി നേഴ്സാണ്. അപ്പോൾ ഈ ഇദ്ദേഹം താമസിക്കുന്ന ഒരു 3-4 വീടിന് അപ്പുറത്താണ് ഇവർ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ വന്നപ്പോൾ തൊട്ട് ഇവരുടെ പരിപാടികളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ചെന്നിട്ട് ഈ പരവുള്ള മന്ത്രവാദി എടുത്ത് ചെന്നിട്ട് ഇവർക്കെതിരെ ഇവരെ ഓടിച്ചു കളയാനാണ്. ഇവർ പാവങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. എന്നാലും ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മന്ത്രവാദം ചെയ്യാൻ പോയത്. പക്ഷേ ഇവർക്കെതിരെ മന്ത്രവാദം ചെയ്തതോടുകൂടി പണി കിട്ടി. 2 മക്കളാണ്. ഒരെണ്ണം മാനസികമായി പ്രയാസമായി, ഒരു മോനുണ്ട്, അവൻ്റെ കുടുംബ ബന്ധം തകർന്നു, ഇയാളുടെ ബിസിനസ്സും ഡൗൺ ആവുക. അപ്പോൾ ഈ മന്ത്രവാദം എടുത്ത് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ ആകെ പ്രശ്നമാണല്ലോ എന്തോ. അപ്പം ചോദിച്ചാൽ അവസാനം മന്ത്രവാദം ചെയ്ത ഈ ബിജുവിനെ സിമിയെക്കുറിച്ച് മന്ത്രവാദി എടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു, അവർ പെന്തക്കോസുകാർ വല്ലോ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അവർ എന്തോ ഗ്രൂപ്പൊന്നും അറിയത്തില്ല, വൈകിട്ടാകുമ്പോഴത്തേക്കും പാട്ടും പ്രാർത്ഥനയും ബഹളമൊക്കെയാണ്. പിന്നെ ഒരു വാക്കും കൂടെ ചേർത്ത് പറഞ്ഞൊരു പാവങ്ങളാണെന്ന് പറയുമ്പോൾ, പാവങ്ങളാ, പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്കും പാട്ടും ബഹളം. ഈ മന്ത്രവാദി ചാടി എടുത്തിട്ട് പറഞ്ഞാൽ അവർ പാവങ്ങളൊന്നുമല്ല, അവർ ഉഗ്രന്മാരാ, ഒതുക്കാൻ പറ്റാത്തൊരു വർഗ്ഗം ഉണ്ടെങ്കിൽ ആ വർഗ്ഗമാണ്. അപ്പോൾ എന്നെയും കൂടെ പിള്ളേച്ചൻ തെറ്റിക്കരുത്, പൊക്കോളാൻ പറഞ്ഞു, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പുള്ളി നേരെ ചെന്ന് ചാടിയത് ബിജുവിൻ്റെ അടുത്തോട്ടാണ്. അപ്പം ബിജു പറഞ്ഞു കൊടുത്ത സുവിശേഷം ആ മനുഷ്യനെ ദൈവമകനാക്കി. ഇപ്പോൾ എല്ലായിടത്തും പോയി ഒന്ന് പ്രസംഗിക്കുകയാണ്, യേശു ജീവനുള്ള ദൈവം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെയുള്ള പല ദൈവദാസന്മാർക്ക് ഈ പരപുറൊന്നും ഒരു ബന്ധക്കൂസരുള്ള സ്ഥലമല്ലെന്നേ. അവിടുത്തെ മന്ത്രവാദിക്കറിയാം നമുക്കിത് ഏക്കത്തില്ലെന്ന്. പക്ഷെ നമ്മളിൽ പലരും ഏക്കുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്.
ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്. പ്രവാചകന്മാരെ വിളിച്ചെടുത്ത് കെട്ടഴിപ്പിക്കുന്നു, ബന്ധനം അഴിപ്പിക്കുന്നു, അവൻ കാശ് കൊണ്ടുപോകും. അപ്പം നീ ശരിയല്ലെങ്കിൽ ആരും കെട്ടണ്ട, അറിയാതെ കെട്ടപ്പെടും. സ്വതന്ത്രം. പക്ഷേ നീ ശരിയാണെങ്കിൽ ഒരു പ്രവാചകനും വരണ്ട. നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ വിടുതൽ പ്രാപിച്ചവരാ. പലരും വന്ന് ചോദിക്കാറ്, എൻ്റെ ഭാഷ മൊത്തവും വഴി അടഞ്ഞു. പ്രാർത്ഥന കെട്ടപ്പെട്ടത് അറിഞ്ഞോ അമ്മാമേ? ആരാധന കെട്ടപ്പെട്ടത് അറിഞ്ഞോ? പണ്ട് എഴുന്നേറ്റിരുന്ന് കണ്ണീരൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നതില്ല. പണ്ട് യോഗത്തിന് വരുമ്പോൾ തീയായിരുന്നു, പക്ഷെ വന്നിരുന്ന് ഉറങ്ങുക. ഇന്ന് ഒരനക്കവും ഇല്ലാതെ നമ്മൾ പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പറഞ്ഞാൽ ആരും മന്ത്രവാദം ചെയ്യണ്ട, അറിയാതെ കെട്ടപ്പെടും. ബാലാക്ക് ബിലിയാമിനോട് പറഞ്ഞടാ ശപിക്ക്. അവൻ പറഞ്ഞു ശപിച്ചിരിക്കുന്നു പറഞ്ഞു. അല്ല, ശപിക്കാൻ പറ്റത്തില്ല, ദൈവം ഒരു അനുഗ്രഹിച്ചിരിക്കുക. ദൈവം അനുഗ്രഹിച്ചവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിന്റെ പോലെ വാളും പരിചയമൊന്നും കാണത്തില്ല, പക്ഷെ ദൈവം അവരുടെ കൂടെയുണ്ട്. രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. സ്തുതിയുടെ വില നമ്മൾ അറിയണം, സ്തോത്രത്തിന്റെ വില നമ്മൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിനകത്ത് കത്തിയ ആത്മാവിന്റെ ചൈതന്യമാണ് പല അനർത്ഥങ്ങളെ ഒഴിച്ചുവിട്ടത്, പല അപകടങ്ങളെ ഒഴിച്ചുവിട്ടത്. എനിക്കും എൻ്റെ തലമുറയ്ക്കും എതിരെയുള്ള യാതൊരായുധവും ഫലിക്കത്തില്ലെന്ന് ഇന്ന് പകൽ വിശ്വാസമുള്ള ദൈവമക്കൾക്കായിട്ട് ദൈവത്തിനു സ്തോത്രം. ഇന്ന് പകൽ ആത്മീക ജീവിതത്തിന് വിടുതൽ നടക്കണം. കൈയടിക്കാൻ പറ്റുന്നില്ല, അതരം ചലിപ്പിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കണ്ണീരൊഴുക്കാൻ പറ്റുന്നില്ല. ആ കെട്ട ആദ്യം ഇന്ന് പകൽ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ രബബബബ ശംദരദല ദൈവ കുഞ്ഞാടിനും മഹത്വം, 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 മഹത്വം. അടിമന്തുകത്ത് പിന്നെയും കുടുപ്പിക്ക് പോരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വിട്ടെറിഞ്ഞ് വന്നതൊക്കെ ഉണ്ട്. അത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. വിട്ടെറിഞ്ഞ് വന്നു. ഇപ്പോൾ ഇവർക്ക് പരിശോധന വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകോട്ട് ഭാഗം നോക്കിയപ്പോഴാണ് പറഞ്ഞ പഴയ കെട്ടിപ്പോയി നീ കുടുങ്ങരുത്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ഓർക്കണം, കെട്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് കെട്ടപ്പെടുന്നത്. ആ കയ്യിലിരിപ്പ് മാറ്റിയാൽ മതി, കെട്ടെല്ലാം പോകും. ഒരു പ്രവചനം വേണ്ടതിന് സ്വതന്ത്രം നമ്മൾ ശരിയായാൽ മതി എന്നേ. ശാപവിമുക്തി ശുശ്രൂഷയ്ക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കാർക്കും പൊട്ടിക്കാൻ പറ്റുമോ? ഇത് കാൽവരി ക്രൂശിൽ കർത്താവ് പൊട്ടിച്ചതല്ലേ. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് എവിടെങ്കിലും കെട്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കെട്ട് ഇന്ന് പകൽ അഴിയണം. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഞാൻ ഇപ്പം കട്ടിയുള്ള രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താം. 6:14 വാക്യം, ഗലാത്യ ലേഖനം 6:14 അടുത്ത ഗലാത്യ സഭയിൽ സംഭവിച്ച 5ാമത്തെ അപകടം പറയാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, ഉയർത്താൻ ഒരു നാമമുണ്ടെങ്കിൽ ക്രൂശ്, പ്രശംസിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ ക്രൂശ്, അല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ വേറെ ഒന്നുമില്ല. അപ്പൊ എന്താ പരാജയം പറ്റിയത് പറഞ്ഞുതരാം. പൗലോസ് പറയാണ്, എനിക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ ക്രൂശല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ എന്താണെന്നറിയാം പ്രശ്നം പറ്റിയത്? ഞാനങ്ങ് പറയാം. സ്വയപ്രശംസക്കാരകത്ത് കയറി. ക്രൂശിനെയാ പ്രശംസിക്കേണ്ടത്, ക്രൂശിനെയാ ഉയർത്തേണ്ടത്. പക്ഷെ ഇപ്പം സ്വയപ്രശംസക്കാര്. അത് വാക്യം ഇവിടെ വായിക്കാം. 6:3 വായിക്കാം. 6:3 താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചു വന്നിട്ടാണ് 6:14 ആ ഭാഗം പറയുന്നത്. താൻ അല്പനായിരിക്കെ മഹാനെന്ന് ഒരുത്തൻ നിരൂപിച്ചു. അപ്പൊ ഞാൻ പറയുന്ന പേരല്ലേ, എന്നെ ഒന്നും പറയരുത്. ബൈബിൾ പൗലോസ് പറയുന്നു അല്പന്റെ പ്രത്യേകതയും പറയാണ്. ഒന്നുമില്ല, കഥ പറഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ ഇരിക്കുന്ന ഇരിപ്പും പാവമോ കണ്ടു കഴിഞ്ഞാൽ മഹാനാന്നുള്ളതാണ്. അപ്പം ആ ഇരിപ്പ് കണ്ടിട്ടും നമ്മുടെ ഈ ചർച്ചകളിൽ ഇവിടെ ഒന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയണം. നാട്ടിലെ മിക്ക സാക്ഷ്യങ്ങൾ മുഴുവനും പൊങ്ങച്ചടിയാ. ഈ കഴുക്കോല് ഞാൻ കൊണ്ടുവന്നതാ. ഈ ഡോറ് ഞങ്ങളുടെ വീട്ടിലെയാ. ഞാൻ പണ്ട് കഷ്ടപ്പെട്ടതിൻ്റെയാണ് ഈ കട്ട മുഴുവൻ. ഇവിടെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇത് കർത്താവിനല്ലേ കൊടുത്തേ. പിന്നെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇവിടെ എന്തിനു പൊങ്ങച്ചം പറയായിരിക്കുന്നു? ഇവിടെ ഉയർത്താൻ ക്രൂശല്ലാതെ വേറെ എന്താ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നറിയോ? അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസും പറഞ്ഞിട്ടുണ്ട്, ലേഖനങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിലായിരുന്നു.
ഏത് കുടുംബത്തിൽപ്പെട്ടവനും ദൈവം കൊടുത്ത് പഴയ കാലം ഇങ്ങനെ അന്ധകാരം ഇസ്രായേലിയ പൗരത്തോട് ബന്ധമില്ലാത്ത അന്യനായ ക്രൂശിന് ശത്രുക്കളായ ഒരു കാലം. അങ്ങനെ നിത്യനരകത്തിലേക്ക് ചുവട് വെച്ച് പൊക്കോണ്ടിരുന്നതാ. പക്ഷെ സ്നേഹസ്വരൂപനായ കർത്താവ് ഇറങ്ങി വന്നിട്ട് അന്ധകാരത്തിലേക്ക് നിത്യനരകത്തിലേക്ക് പൊക്കോണ്ടിരുന്ന നമ്മെ കരം പിടിച്ച് തേജസ്സിലേക്ക് നടത്തി. അതിനപ്പുറം നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. സ്വോത്രം. പിന്നെ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കാൽവറിയിലെ ക്രൂശിനാൽ നമുക്ക് കിട്ടിയ പുതുവഴിയാ. പിന്നെ വേറെ വല്ലതും പൊക്കി അടിക്കണോ? ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിനെ. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3:1 പറഞ്ഞത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശു ക്രിസ്തുവിന് ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്രം ചെയ്ത്. അപ്പം ശുദ്രം നടന്നിട്ടുണ്ട്, പക്ഷെ ശുദ്രം നടത്തിയത് നന്മ കെട്ടതൊന്നുമല്ല. കാരണം പിശാചിന് 2 കാർ എടുത്താൽ അവനിൽ പ്രശ്നമുണ്ടോ? നമുക്ക് 2 കാർ കിട്ടുക വല്ല പ്രശ്നമുണ്ടോ? പിശാചിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അകത്ത് കയറിയാൽ അവന് പോരാട്ടമുണ്ട്. അപ്പം അതുകൊണ്ട് മറ്റ് പലതിനെയും സൈഡിലോട്ടാക്കിയിട്ട് ക്രൂശാകട്ടെ മെയിൻ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായവർക്കാണ് ദൈവത്തിന് സ്തോത്രം. ഒരു ചിത്രകാരൻ്റെ ഭാവന പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. നമ്മുടെ യോഗങ്ങളൊക്കെ അതേ നടക്കാവൂ. ഇപ്പം ഞാൻ പ്രസംഗിച്ച ശേഷം അനുഗ്രഹീതനായ ദേവദാസ്, എത്രയോ വർഷങ്ങൾ മലയാളക്കരയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ദേവദാസൻ, അദ്ദേഹം പ്രസംഗിച്ച് കഴിയുമ്പോഴും പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ എന്നും പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യരുത് ഇവിടെ. ഇപ്പം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞു, ഷിബിൻ ഞങ്ങളൊക്കെ വെറും മാധ്യമമല്ലേ, ഞങ്ങളൊക്കെ വെറും മീഡിയം അല്ലേ. പ്രിയ ലാലിച്ച നന്നായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യും, പക്ഷെ പാട്ട് പാടും കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർഷിപ്പ് ലീഡിങ് അല്ലല്ല. ഞങ്ങൾ പാടിയാലും വരയ്ക്കുന്നത് യേശുവിനെ, ഞങ്ങൾ പ്രസംഗിച്ചാലും വരയ്ക്കുന്നത് യേശുവിനെ. നിങ്ങൾ കൈയടിച്ചാലും ഉയർത്തിയാലും അന്യഭാഷ പറഞ്ഞാലും ഉയർത്താൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ പോകുന്നത്. ഗലാത്യലേഖനം 1:6 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച നാഥനെ വിട്ട്. അങ്ങനെ വാക്യം എങ്ങനെയാ? 1:6 ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്. ശ്രദ്ധിക്കണേ, നമ്മളെ എങ്ങനെയാ വിളിച്ചത്? കൃപയാൽ. നമ്മളെ ആരാ വിളിച്ചത്? ക്രിസ്തുവാ നമ്മളെ വിളിച്ചല്ലേ. സെൻട്രൽ ഭാഷ വിളിച്ചായിരുന്നെങ്കിൽ നമ്മൾ എന്നേ പോയേനെ, ഞാൻ വിളിച്ചായിരുന്നു എന്നേ പോയേനെ. പക്ഷെ നമ്മളാരും വിളിച്ച് വന്നതല്ല, നമ്മളെ വിളിച്ചത് നമ്മുടെ അപ്പന. ആ കർത്താവിനോടെ നമുക്ക് കടപ്പാടുള്ളൂ. സ്വോത്രം. പക്ഷെ ഇപ്പം ഗലാത്യ സഭയ്ക്ക് പറ്റിയ പ്രശ്നമാണ്. ഗലാത്യലേഖനം 1:6 പറയാണ് ക്രിസ്തുവിനെ ലീവ് ചെയ്തെന്ന്. ക്രിസ്തുവിനെ എന്ത് ചെയ്തു? അങ്ങനെ ചെയ്ത പിന്നെ നമ്മുടെ യോഗങ്ങളൊക്കെ ദുരന്തമല്ലേ. സ്വോത്രം. എനിക്ക് വലിയ സന്തോഷം തോന്നിയത്, നമ്മുടെ സെൻട്രൽ പാസ്റ്ററെ ഞാൻ ഇന്ന് രാവിലെയാണ് ആനയത്താണൊക്കെ ഞാൻ അറിയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. എബി പാസ്റ്ററെ ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് വലിയ പരിചയങ്ങളൊന്നുമില്ല. ലാലിച്ചാനോട് ഞങ്ങളൊരു യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ എനിക്ക് പരിചയമുണ്ട്. പോൾ വർഷം പാസ്റ്ററൊക്കെ എന്നെ കൊച്ചുനാൾ തൊട്ട് എനിക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ, എനിക്കൊരു പരിചയമില്ല. അതുകൊണ്ട് എന്നാലും കൃപയാൽ വലിയ പൊക്കിയടിയൊന്നും ഇവിടെ നടന്നില്ല. നല്ല കാര്യം. ഇപ്പം സാധാരണ ഈ ചിലയിടത്തൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചരിത്രം മൊത്തം ചോദിക്കും. എന്തിനാണെന്നറിയാം? ഒരു 10 മിനിറ്റ് അത് കഴിയുമ്പോഴേ പ്രസംഗിച്ചിട്ട് പിന്നെ ഒന്നും കാര്യമില്ല. കാര്യം നമ്മളെ ഏകദേശം അടിച്ച് പൊക്കിക്കണം, കഴിഞ്ഞു. എന്താ പ്രസംഗിക്കാനാ? പിന്നെ ഈ പഠിച്ച് പൊക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, തിരിച്ചെഴുതേക്കുമ്പോൾ ഞാനും അടിക്കണം തിരിച്ച്. അപ്പോൾ അതാ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുന്നൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കി അടിക്കുന്ന ഇഷ്ടമല്ലയോ? പക്ഷേ ഇഷ്ടമല്ലയോ? ചുമ്മാതെ പറയാൻ ഇഷ്ടമാണ്. 4 പേര് പൊക്കി പറയട്ടെ, എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കുഴപ്പമൊന്നുമില്ല, പൊക്കി പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ യോഗം വൈകിട്ട് 6 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു 5:30 കഴിഞ്ഞ് പോരണം. ഈ പൊക്കി അടിക്കുന്നവർ അപ്പുറത്തെ കസരയിൽ ഇരിക്കണം. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പുറത്തെ കസരയിൽ ഇരിക്കും, തമ്മിൽ പൊക്കിക്കും. പക്ഷെ 6:30 യോഗം തുടങ്ങിയാൽ ഇവിടെ മനുഷ്യനെ പൊക്കരുത്. ഇവിടെ ഉയർത്താൻ യേശുവല്ലാതെ മറ്റൊരു നാമം ഇല്ല. ഇവിടെ ഉയർത്താൻ കർത്താവല്ലാതെ ആരാ ഉള്ളേ? ഈ ദിവസങ്ങൾ നടക്കുന്ന യോഗങ്ങളിലെല്ലാം യേശു ഉയരട്ടെ, കർത്താവിൻ്റെ നാമം ഉയരട്ടെ. അത് ഹൃദയപ്രകാരം അത് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർ മാത്രം അധരങ്ങൾ തുറന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കണ്ണീര് മാറാറായി, നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും അടുത്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു സൈഡാകരുത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ ഹീറോയാകട്ടെ. സ്തോത്രം. 5 കാര്യമായി. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞങ്ങ് നിർത്താം, അതിനുള്ള സമയമുള്ളൂ. ഇപ്പോൾ ഗലാത്യലേഖനം 1:7 വാക്യം 8, 9, 10 ഞാൻ വേറൊരു സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചോളാം, എനിക്ക് ഇനി സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ 1:7 വാക്യത്തിൽ പറയാണ്, അതുകൊണ്ട് ഇത് ഞാൻ തൊടത്തില്ലായിരുന്നു. പക്ഷേ ഇത് തൊടാൻ കാരണം എന്നറിയാം,
ഇൻട്രൊഡക്ഷനിൽ പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞപ്പോൾ ആ വാക്കൊന്ന് ആവർത്തിച്ചു. അതുകൊണ്ട് അങ്ങ് പറയാം. 1:7 വാക്യം. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം എന്തോ ഇതെന്ന മറിച്ചു കളവാൻ ഗലാത്യ സഭയോട് പറയുകയാണ്. ഇപ്പൊ പല ആൾക്കാരും സുവിശേഷത്തിന്റെ ഓർഡറിനെ മറിച്ചു. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ആദ്യത്തെ തത്വം അല്ലേ? മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിപരീത ഉപദേശം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം. അതാ അല്ലേ? കാത്തിരുന്ന് എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം. എന്തിനാ അഭിഷേകം പ്രാപിക്കുന്നത്? വിശുദ്ധിയോടെ ജീവിക്കാനാണോ? ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. ചേർത്തൊന്ന് പറഞ്ഞേ, നിത്യതയെ പോണം, നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീരണം. ഇവിടെ വെച്ച് തല്ലിപ്പൊട്ടിച്ചിട്ട് അങ്ങ് ചെന്നില്ലെങ്കിൽ നമ്മളെക്കാൾ അരിഷ്ടന്മാര് വേറെ ഇല്ല. പക്ഷെ ഈ ഓർഡറിനെ ഇപ്പൊ അങ്ങ് മറിച്ചു. എന്നിട്ട് പറഞ്ഞു രക്ഷിക്കപ്പെട്ടില്ലേലും സാരമില്ല, സ്ഥാനപ്പെട്ടില്ലേലും സാരമില്ല, 4 അന്യഭാഷ പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു സന്തോഷം തോന്നിയ കാര്യം നമ്മുടെ ഇടയിലല്ല, ഇത് കൂടുതൽ ന്യൂ ജനറേഷൻ സഭകളിൽ. അതുകൊണ്ട് നമുക്കൊരു ഇനി മറിച്ചിട്ട സുവിശേഷത്തിന് വേറൊരു പകർപ്പ് നമ്മുടെ സഭകളിൽ വ്യാപരിക്കുന്നത് പറയാം. രക്ഷിക്കപ്പെട്ടവനെ മുക്കാവൂ, അതാ വ്യവസ്ഥ. രക്ഷിക്കപ്പെട്ടവനെയാണ് എന്ത് ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെടാത്തവനെ മുക്കിയാൽ അത് മറിച്ചിട്ട സുവിശേഷമാണ്. ആ മറിച്ചിട്ട സുവിശേഷം സഭയ്ക്കകത്ത് കയറിയാൽ അവിടെ തന്നെ എഴുതി പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ കലക്കം ഉണ്ടാവും. സഭകൾ കലങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉത്തരം ഒറ്റ കാരണം കൊണ്ട്, രക്ഷിക്കപ്പെടാതെ മുക്കിപ്പൊക്കി വെച്ച പല കുതിർന്ന ഭാവികളും ചർച്ചിനകത്തുണ്ട്. അവരകത്ത് കയറിയ സഭ കലങ്ങിയിരിക്കും. സ്തോത്രം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്നാനത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് 6 കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുക. എനിക്ക് വലിയ സന്തോഷം. നല്ല സുന്ദര കുട്ടന്മാർ, നല്ല പിള്ളേർ ഇങ്ങനെ നിൽക്കുക, ബൈബിളൊക്കെ വെച്ച് വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് സ്നാനപ്പെടാൻ. അപ്പം ഞാൻ ചോദിച്ചു, സ്നാനപ്പെടുന്നതിന് മുമ്പേ നിങ്ങളുടെ സാക്ഷ്യം പറ. സാക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട അനുഭവം പറയാനാ. ഈ പറഞ്ഞു തീരുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പുന്നു, അപ്പനെ അമ്മയും നോക്കുന്നു. അന്നേരം മനസ്സിലായി ഒരെണ്ണം പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അമ്മ പറഞ്ഞു, മോളെ ജിൻസി സ്നാനപ്പെട്ടു, അവൾ ഇപ്പുറത്തവൾ സ്നാനപ്പെട്ടു, പിന്നെ വിനീത സ്നാനപ്പെട്ടു, ഇനി നീയും മുങ്ങും മോളെ. അതിന് അവൾ നോക്കുമ്പോൾ അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ പോകും. അവളും പറഞ്ഞു എന്നെ മുക്കിയര്, അവളെ മുക്കി. പിന്നെ വേറെ ആൾ പറഞ്ഞു, എന്താ പറഞ്ഞാലും സ്നാനപ്പെടും. പറഞ്ഞു നിങ്ങൾക്ക് പൾസർ മേടിച്ചു തരാം. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാനും മുങ്ങിയേക്കാം. ഇങ്ങനെ കുറേ എണ്ണത്തെ മുക്കി പൊക്കി ചർച്ച വെച്ചിരിക്കുകയാണ്. അനക്കം ഉണ്ടോ എന്ന് വെച്ചാൽ അനക്കവും ഇല്ല, ജീവനും ഇല്ല. സഭകൾ രക്ഷപ്പെടുവോ? ഒറ്റ അമ്മമാരും അപ്പന്മാരും പിള്ളേർ സ്നാനപ്പെടാൻ പ്രാർത്ഥിക്കരുത്, രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത് അവന് തന്നെ ബോധ്യം കൊടുക്കും സ്നാനം അനിവാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള പരാജയങ്ങൾ ഗലാത്യ സഭയ്ക്ക് നടമാടുമ്പോ കർത്താവ് പറയുക, സഭയ്ക്കകത്തല്ല ക്രിസ്തു, ക്രിസ്തു പുറത്താണ്. എന്നാൽ ഈ പരാജയങ്ങളൊക്കെ മാറിയാൽ സഭയെ സ്നേഹിക്കുന്ന അരുമനാഥൻ അകത്തു വരും. ഇന്ന് പകൽ വചനം കേൾക്കുമ്പോഴും ഗലാത്യ സഭയിൽ പറ്റി ഏതെങ്കിലും പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്റെ പരാജയങ്ങൾ ഞാൻ ഏറ്റുപറയുകയാണ്, കർത്താവ് എന്റെ അകത്തു വരണമേ എന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. കർത്താവിന്റെ ദാസി സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളൊന്ന് അടക്കിയാണ്. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചാട്ടെ. പറ്റുമെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഗലാത്യ സഭയിൽ സംഭവിച്ച പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകരുത്. എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ തന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കട്ടെ, ദൈവകൃപ നമ്മുടെ ഇടയിൽ വ്യാപരിക്കട്ടെ. അന്യാര ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് അധരങ്ങൾ തുറന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാവോ? അധരങ്ങൾ തുറന്ന് സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ഒന്ന് ആരാധിക്കുക. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാരും മൗനമായി നിൽക്കരുത്. എല്ലാവരും അധരങ്ങളെ തുറന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് വരാറായി, കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നാം അവന്റെ ശബ്ദം കേട്ട് വാതിലൊന്ന് തുറന്ന് കർത്താവുമായി ഒരു കൂട്ടായ്മ ബന്ധത്തിൽ വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.